സമരാഗ്നിയുമായി ബന്ധപ്പെട്ട് ഈ പണപ്പിരിവിന് രസീത് അടിക്കുമല്ലോ, അത്തരത്തിൽ ആ റെസിപ്റ്റിലുള്ളത് കെ സുധാകരൻ നയിക്കുന്ന സമരാഗ്നി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഈ ആലപ്പുഴയിലെ വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എവിടെ എത്തി, ഈ പദയാത്ര ഇപ്പോൾ എവിടം വരെ, ഈ സമരാഗ്നി എവിടം വരെ പിന്നിട്ടു? അപ്പോൾ അടുത്തിരുന്ന ആൾ മറുപടി പറയുന്നുണ്ട് 10 ജില്ലകൾ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഈ KPCC പ്രസിഡന്റിന് ഈ സമരാഗ്നി ഏത് ജില്ലകളിലൂടെ കടന്നു പോകുന്നെന്നോ അതിൻ്റെ അത് എവിടെ എത്തി നിൽക്കുന്നുവെന്നോ ഒരു ധാരണയുമില്ല. യഥാർത്ഥത്തിൽ ഈ സുധാകരൻ്റെ ഈ തെറി പ്രസ്താവന, ഈ തെറി പുറത്തു വന്നപ്പോൾ പൊതുവെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ മനോനില കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പൊതുജന മധ്യത്തിൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപാകെയൊക്കെ ഇങ്ങനെ പരസ്യമായി ഒരു തെറി പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോനിലയ്ക്ക് എന്തോ കാര്യമായൊരു തകരാറുണ്ട് എന്ന് മറ്റുള്ളവർ വിമർശിക്കുന്നതിൽ ഒരു കഴമ്പില്ല എന്ന് സതീശൻ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഒരു പ്രതിപക്ഷ നേതാവ് ആവുന്നതിന് മുമ്പ് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അപ്പൊ അതുകൊണ്ട് ഇതാണ് വിഷയമെങ്കിൽ രണ്ടുപേരുടെയും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻപൊക്കെ നമുക്കറിയാം, കോൺഗ്രസ് നേതാക്കൾ ഈ ഗ്രൂപ്പായിരുന്നല്ലോ, ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പ് നേതാക്കന്മാർ തമ്മിൽ വലിയ ഐക്യമുണ്ടായിരിക്കും. പൊതുവേദികൾ അവരൊരിക്കലും പരസ്പരം തെറി പറയുക അങ്ങനെ പറയാറില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴേ എന്താ പറ്റിയത്, ഗ്രൂപ്പുകൾ ഇല്ലാതാക്കി ഞങ്ങൾ പുതിയ കോൺഗ്രസിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ സുധാകരനും സതീശനും പരസ്യമായി തെറി വിളിക്കാണ്. പരസ്യമായ മൈക്ക് തട്ടിപ്പറിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ ഒരു തരത്തിൽ ഈ വളരെ കൃത്യമായൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. കോൺഗ്രസ് ഈ കേരളത്തിലെ സുധാകരനെയും സതീശനെയും വെച്ച് കേരളത്തിലെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് കേരളത്തിൽ കേവലം ഈ എതിർ പാർട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഉള്ളവർക്ക് മാത്രം കൊടുക്കുന്നതല്ല, ആ പാർട്ടിയിലെ യുവാക്കൾക്കും അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തുള്ളവർക്കും ഒക്കെയുള്ള പ്രശ്നം ഇതാണ്. ഇവരെങ്ങനെയാണ് ഈ പാർട്ടിയെ കൊണ്ടുപോകുക എന്ന് കൊടുക്കുന്ന ഒരു നിസ്സാരമായി കാണേണ്ടതല്ല. ഒരു തെറി പറച്ചിലെന്ന് പറഞ്ഞാൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ NBC പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക നിലവാരം മാത്രമല്ല, ഇതൊരു തരം ഐക്യമില്ലായ്മയുള്ള ഇവർ എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് നേരത്തെ ലീഗുമായിട്ട് കൂട്ടിയിണങ്ങപ്പോൾ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലീഗിനൊരു സീറ്റ് കൊടുക്കണമെന്ന് കെ മുരളീധരൻ അടക്കമുള്ളവർ, കെ മുരളീധരൻ പറഞ്ഞ് ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു, കോൺഗ്രസിന് വലിയൊരു വിഭാഗം പറയുന്നു. പക്ഷേ ഇതിനെല്ലാം വിഘാതമായി നിൽക്കുന്നത് സുധാകരനും സതീശനുമാണെന്നുള്ളൊരു വ്യാഖ്യാനം പൊതുവെ മനസ്സിലായി കഴിഞ്ഞു. അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം നടന്നു.